ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാലമായി നമ്മുടെ ലോകയുടെ നീലി സൈഡായിട്ട് ഏകദേശം നമ്മളെ ട്രൂപ്പിൽ തന്നെ നമ്മൾ വീടിൻ്റെ പുറകിലുള്ള ഒരു പ്ലെയിൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വണ്ടി എടുക്കാനാണ് പ്ലാൻ. ഇത് നിർത്തിയിടാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വണ്ടി ഒന്ന് തട്ടി, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തലയിലേക്കായി മൊത്തം കേസും. കാരണം റോങ് സൈഡ് കയറി ഒരാൾ വന്നിട്ട് നമ്മളെ തട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ സൈഡ് മൊത്തം പോയി. ഒരു ലോറിക്കാരൻ വന്നിട്ട് തട്ടുകയാണ് ചെയ്തത്, ഈ സൈഡ് മൊത്തം പോയി. അങ്ങനെ കേസ് മൊത്തം നമ്മൾ തലയേക്കായി, വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഏകദേശം കേസും കാര്യങ്ങളൊക്കെ ഒതുങ്ങി. നമുക്ക് ഇന്ന് മുതൽ വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നേരെ RT ഓഫീസിൽ കാണിക്കണം. അതിന് വണ്ടി അത് ചേട്ടാ പോരല്ലോ, കാരണം അത്യാവശ്യം കുറേ ആയി നിർത്തിയിട്ട് വണ്ടി. പിന്നെ കുറേ കൊച്ചു കുരുപ്പുകളെ കഴിവുകളാണ് നമ്മളെ വണ്ടീൻ്റെ സൈഡിലൊക്കെ കാണുന്നത്. ചെളിയോടെ അതിൻ്റെ മുകളിൽ ഓരോന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളന്ന് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി ഇറക്കി കൊണ്ടുവന്ന വണ്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. വണ്ടി സ്റ്റാർട്ടായി വരണ്ട, എന്തെങ്കിലും ട്രൈ ചെയ്യാം. വണ്ടി സ്റ്റാർട്ടാവുന്ന ഒരു ചാൻസ് ഭയങ്കര കുറവാണ്. ഓക്കെ ഗൈസ്, ഒരു ഇത് കിട്ടി. അവിടെ ഞാൻ റേസാക്കി കൊടുത്തിട്ട് പക്ഷേ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടി ഭയങ്കര വലിയ എഞ്ചിൻ എന്തൊക്കെയോ സൗണ്ടുണ്ട്, കട്ട കട്ട കട്ട. നമുക്കെന്തായാലും വണ്ടി നോക്കി പുറത്തിറക്കാം. ടൈറ്റൻ വണ്ടി ഉണ്ടോ, മൊത്തം സൈഡ് മൊത്തം നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കുറേ ആയേ. ആ മഴയും വെള്ളമൊക്കെ കൊണ്ട് പൂപ്പലും പാലും പിടിച്ച് വണ്ടി മൊത്തത്തിൽ നാശമായി. ഓടുന്ന തന്നെ എന്തോ ആക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചങ്ങായി ആയിട്ടോട് കയറിയെന്ന് ഇപ്പോൾ തട്ടിയനെ. എന്തായാലും ഇവിടുന്ന് കുറച്ചുള്ള നമ്മളെ വർക്ക്ഷോപ്പിക്ക് നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് മറ്റേ സ്ഥലത്ത് പോകാൻ. ഞാൻ ഒന്ന് വണ്ടി സൈഡാക്കി നോക്കാം, വണ്ടിക്ക് വീൽ ജാം ഉണ്ടോ എന്നൊന്ന് ഇതിലേക്ക് കൂടെ ഇറക്കി നോക്കാം. അതിനും എന്തായാലും നമുക്ക് ഒന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചതിന് ശേഷം നമുക്ക് നേരെ വണ്ടി റിപ്പയറിങ്ങിന് കൊണ്ടു കൊടുക്കണം. റിപ്പയറിങ് കഴിഞ്ഞിട്ട് റിപ്പയറിങ് കൊണ്ടു കൊടുത്താൽ എനിക്ക് ഇവിടെ പോകണം, നമ്മുടെ ജോലിക്ക് കാരണം. അതാണ് നമ്മൾ ഒരു രാവിലെ തന്നെ ഏകദേശം ഒരു 8 മണി 7 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നീച്ചാണെന്ന്. നമ്മളെ വണ്ടീൻ്റെ പുറകിൽ പുതിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ വണ്ടി തട്ടിയത്. എന്തായാലും ഇവിടുന്ന് പെട്രോളും കാര്യങ്ങളും അടിച്ചിട്ട് നമുക്ക് നേരെ അടുത്ത സൈഡിൽ റിപ്പയർ ആക്കാൻ പോകാം. ഇവിടെ തന്നെ നമ്മൾ സാധാരണ പെട്രോൾ അടിക്കാൻ കൊടുക്കൽ. അവിടുന്ന് പെട്രോളും കാര്യങ്ങളും അടിച്ച് കഴിച്ചാൽ അതിന് നേരെ നമുക്ക് വണ്ടി നന്നാൻ കൊടുക്കുക. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കലായിട്ട് നമുക്കിപ്പോൾ എൻജിൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലൈറ്റിൻ്റെയും സ്പീക്കേഴ്സിൻ്റെയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അങ്ങനെ നോക്കി. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ സൈഡ് തട്ടിയ ഭാഗം ഒന്ന് റെഡിയാക്കണം എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഡ്യൂട്ടിക്ക് പോയി വരുമ്പോഴത്തേക്കും മൂപ്പർ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൈഡ് തട്ടിയത് നമുക്ക് ആ ബമ്പർ മാത്രമാണ് മാറ്റാനുള്ളൂ. ബാക്കി പിന്നെ മെക്കാനിക്കൽ പണി അങ്ങനെ കുറച്ചേ ഉള്ളൂ. മൂപ്പർ എന്തായാലും ബമ്പർ മാറ്റിയിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെയാണ് ഇപ്പോൾ പണിക്ക് കൊടുക്കൽ. വണ്ടി ഏത് വണ്ടി സർവീസ് ചെയ്യണമെന്നാലും നമ്മളിവിടെ ട്രൂപ്പിലാണ് പണിക്ക് കൊടുക്കൽ. കാരണം ഇവിടെ നല്ല അടിപൊളി ആൾക്കാരാണ് പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും മൂപ്പരവിടെ വേറെ ഏതോ വണ്ടി പണിയുന്നുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ മെല്ലെ നിർത്താം എന്ന് ചോദിച്ചിട്ട് വരാം. നമ്മൾ സംസാരിച്ച് ഞാനിപ്പോൾ മൂപ്പര് പറഞ്ഞു ജോലിക്ക് പോയി വന്നാൽ നമുക്കൊരു നൈറ്റ് ആകുമ്പോഴത്തേക്കും വണ്ടി ഫുള്ള് സെറ്റാക്കാമെന്ന്. അപ്പോൾ നമ്മൾ പണിക്ക് നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ്, ട്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ്, നമ്മുടെ മെക്കാനിക്കൽ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റിനുള്ള ഈ ഒരു മോട്ടോലിക്സ് ഓയിലിൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളോരോ പണിയൊക്കെ എടുക്കൽ. എന്ത് ലോക്കാണോ അപ്പുറം സൈഡിൽ പോയി ആകാശ്, ആ സൈഡ് ആരോ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാഫ് ഉണ്ടാവാറുണ്ട്. നൈറ്റ് മുതൽ ഒരു 8 മണി വരെ ഒരു സ്റ്റാഫും ബാക്കിയുള്ള ശേഷം നമ്മളാണ് നിൽക്കൽ. ഇതിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് നമ്മൾ തന്നെയാണ്. നമ്മൾ കാറും കൊണ്ട് വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ട്രക്കൊക്കെ അവിടെ നിന്ന് അടിക്കൽ. എന്തായാലും ഗ്യാസ് അപ്പോൾ പണി കഴിഞ്ഞ് ഏകദേശം നൈറ്റായി. നമുക്ക് ഇറങ്ങാനുള്ള സമയം അടുത്ത അടുപ്പ് വരും. എന്തായാലും നമുക്ക് നല്ല ഇറങ്ങിയിട്ട് പൂട്ടുക കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ നമുക്ക് വണ്ടീൻ്റെ അടുത്ത് പോവാം. എന്തായാലും ഇവിടുന്ന് നമുക്ക് സുഖമായി കേസ്. നമ്മുടെ ഷോപ്പിൻ്റെ അപ്പുറം തന്നെയാണ് വണ്ടീൻ്റെ സ്ഥലം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തായാലും ഇത് നമ്മുടെ ഷോപ്പ് തന്നെ കേട്ടോ.
ഈ ഷോപ്പ് നമ്മൾ തന്നെയാണ്, നമുക്ക് ഓല ആവശ്യമുണ്ട് നമുക്ക് എടുത്തു പോവാം. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ വണ്ടീൻ്റെ പണി കഴിഞ്ഞ് തോന്നുന്നു. എന്തായാലും ചെക്കൻ സുന്ദര കുട്ടപ്പനായി, അടിപൊളിയായി കേസ്. നല്ല ക്ലീൻ വർക്ക് കിട്ടുമോ, ബമ്പറും കാര്യങ്ങളും മാറ്റി. ആ ചെളി ഇപ്പോഴും ഉണ്ട്. മൂപ്പർ പഴയ ബമ്പറായിട്ട് ഇട്ടോ അവരുടെ വിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ വന്നിട്ട് എല്ലാം കൂടി വണ്ടി കണ്ടിട്ട് ഇതിൽ കുറയില്ല. എൻ്റെ സങ്കടം വന്നിട്ട് എന്തൊക്കെയോ ആയിപ്പോയി കേസ്. അപ്പോൾ ഇനി മെല്ലനെ വണ്ടി നേരെ കാർ വാശി കൊണ്ടുപോകണം. വണ്ടി നമുക്ക് വണ്ടി ഗ്രാഫിക്സ് വർക്കിന് കൊടുക്കാനുള്ള മടിയുണ്ട്. പിന്നെ നമ്മൾ റെട്രോ ബോയ് ഇപ്പോൾ ഗ്യാരേജിലാണ്. ആൾ ഇപ്പോൾ കഴിഞ്ഞ വീക്ക് ഒരു ഫോട്ടോ ഓടിയിട്ട് വന്നു. ഇപ്പോൾ ഗ്യാരേജിലാണ് റെട്രോ ബോയിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ലോക കുറച്ച് പണിക്കുമ്പോൾ നമുക്ക് മെല്ലനെ ഏതെങ്കിലും നല്ലൊരു പണിക്കാരനെ എടുത്തിട്ട് കൊടുക്കണം വണ്ടി ഫുൾ മോഡിഫൈ ചെയ്യാൻ. അതിൽ നോക്കട്ടെ, ചിലപ്പോൾ കൊടുക്കില്ല ഷോപ്പിൽ തന്നെ നമ്മൾ നടത്തും. പിന്നെ നമ്മുടെ KL ഏറ്റവും ഫേവറേറ്റ് വണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് അധികം വാർഷിക്ക് ഇവിടെ നമ്മൾ വണ്ടി കഴുകൽ കഴിച്ചു. അപ്പം എന്തായാലും വണ്ടി മെല്ലനെ കയറ്റാനുണ്ട്. ബാക്കി മെല്ലനെ വണ്ടി വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാം. ഇപ്പോൾ കഴിച്ച് വണ്ടി വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്കനെ പുറത്തിറങ്ങി. എന്താ ലുക്ക് കുട്ടപ്പനായില്ല വണ്ടി. ഇപ്പോൾ മെക്കാനിക്കലും എല്ലാ പണിയും തീർത്ത് നമ്മളെ വണ്ടി സുന്ദരനായി. പവർ പഴയ പവർ തന്നെ, പവറിലൊക്കെ അടിപൊളി തന്നെ നമ്മളെ പഴയ പവർ തന്നെ വണ്ടിക്ക്. നമ്മളെ ബാക്കിൽ ആ സ്റ്റിക്കറൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് നല്ലോണം. ഇതുണ്ടോ പുതിയ സ്റ്റിക്കർ അടിച്ച ആ സ്റ്റിക്കർമാർ സെറ്റാണ്. വണ്ടി ഫുള്ള് സെറ്റായി. നമ്മുടെ 2 വരയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ ഓഫീസിൽ ചെന്ന് ബാക്കി പണിയും കാര്യങ്ങളും നോക്കിയാൽ മതി. എന്തായാലും പേപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം വണ്ടി ഇപ്പോൾ നല്ല ക്ലീനാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ, സീ യു.